ഇരുളിൽ അലയും നരരെ തേടി തരയിൽ വന്നവനേ, കരകൾ പാപക്കരകൾ കഴുകും. യേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അബ്രാഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ വംശാവലി. അബ്രാഹാമിനോടൊപ്പം ഇപ്പോൾ ദാവീദും കർത്താവായ യേശുക്രിസ്തുവുമായുള്ള ബന്ധം മത്തായി വെളിപ്പെടുത്തുകയാണ്. ദൈവം ദാവീദിനെക്കുറിച്ച് ഇപ്രകാരം സാക്ഷ്യം പറഞ്ഞു: ഞാൻ ഇശ്ശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. അവൻ എൻ്റെ ഹിതമെല്ലാം ചെയ്യും എന്ന് അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരുന്നു. എന്തുകൊണ്ടാണ് ദൈവം ദാവീദിൻ്റെ ജീവിതത്തിൽ പ്രസാദിച്ചത്? ദാവീദ് നമ്മെപ്പോലെ മാംസവും രക്തമുള്ള ഒരു മനുഷ്യനായിരുന്നു. ജന്മന പാപിയായിരുന്നു. അവൻ തൻ്റെ പാപത്തിൻ്റെ അവസ്ഥയും പാപത്തിൻ്റെ അനന്തരഫലങ്ങളും ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കി. തൻ്റെ പാപങ്ങൾ പൊറുക്കണേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും തൻ്റെ പാപങ്ങളിൽ നിന്ന് ദൈവം രക്ഷിച്ചതിൽ സന്തോഷിക്കുകയും ചെയ്തു. സങ്കീർത്തനത്തിൽ ഇപ്രകാരം എഴുതി: യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാളവേദനകൾ എന്നെ പിടിച്ചു. ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. യഹോവ കൃപയും നീതിയുമുള്ളവൻ, നമ്മുടെ ദൈവം കരുണയുള്ളവൻ തന്നെ. ഞാൻ വലിയ കഷ്ടതയിലായി എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി. നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ സ്വയം ക്രൂശിൽ സഹിച്ചു. 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. താങ്കൾക്കും യേശുക്രിസ്തുള്ള വിശ്വാസത്താൽ പാപക്ഷമ പ്രാപിക്കാൻ സാധിക്കും. ദാവീദിനെ പോലെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.